ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ അളവ് നമുക്ക് എടുക്കാമെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെയാണ് അളവുകളൊക്കെ എടുക്കുക എന്നുള്ളത് അറിയാത്തവരുണ്ടാവും, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ അളവ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളൊരു ബ്ലൗസിൽ നിന്ന് തന്നെ അളവ് എടുത്തിട്ട് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം. വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലുള്ളൊരു ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ബ്ലൗസിനും ആദ്യം നമ്മൾ ബ്ലൗസിൻ്റെ ഇറക്കാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതേ ഷോൾഡർമേൽ പിടിക്കുക, അതിന് ശേഷം താഴോട്ട്. അപ്പോൾ നമുക്കൊരു 13.5 കിട്ടുന്നത്. അപ്പോൾ അതിൽ കൂടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇടണം. പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് ബ്ലൗസിൻ്റെ വണ്ണം നോക്കാം. അപ്പോൾ വണ്ണം ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുക, അതായത് നമ്മൾ കൈക്കുഴിയിൽ നിന്ന് ഇങ്ങനെ പിടിക്കുക കേട്ടോ. അപ്പം എത്ര ഉണ്ട് നോക്കാം നമുക്ക്. അപ്പം നമുക്ക് 20 കിട്ടുന്നത്. ഇനി തുണി 4 മടക്കിയിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 എടുക്കേണ്ടത് നമ്മൾ വണ്ണം. അതിൽ കൂടെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇടണം. ഇനി അടുത്തത് നമുക്ക് കയ്യിൻ്റെ ഇറക്ക് നോക്കാം കേട്ടോ. അപ്പം കയ്യിൻ്റെ ഇറക്ക് 8 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 8 കിട്ടുമ്പോൾ കണ്ടോ, 8 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 8 കൂടെ നമ്മളൊരു 1 ഇഞ്ചും കൂടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇടണം. അപ്പോൾ ഇങ്ങനെയാണ് കയ്യിൻ്റെ അളവ് നമ്മൾ എടുക്കുക. പിന്നെ നമ്മൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്ക് ഇതേ നമുക്ക് 6 കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് 6 നമ്മൾ ഷോൾഡർമെന്ന് തുടങ്ങിയിട്ടാണ് 6 നമ്മൾ എടുക്കുന്നത്. അപ്പം അതനുസരിച്ച് അടയാളപ്പെടുത്താം നമ്മൾ. ഇനി ബാക്ക് കഴുത്ത് നമുക്ക് നോക്കാം. ബാക്ക് കഴുത്ത് ഒരു 7.5 നമുക്ക് കിട്ടുന്നത് കേട്ടോ, ബാക്ക് കഴുത്തിൻ്റെ അളവ്. ഇതുപോലെ നമ്മൾ ടാപ്പ് ഷോൾഡറുമ്മ വെക്കുക, അതിനുശേഷം എന്താ കറക്റ്റ് റൗണ്ട് സെൻറ്റർ ഭാഗം എവിടേക്കാണ് നിൽക്കണേ നോക്കാം. അപ്പോൾ കണ്ടോ 7.5. അപ്പോൾ നമ്മൾ 7.5 ബാക്കിലെ കഴുത്തിൻ്റെ ഇറക്കെടുക്കുന്നത്. ഇനി നമ്മൾ കട്ടിങ് നോക്കിയിട്ടില്ല. പിന്നെ കട്ടിങ് നോക്കാം അതിൻ്റെ അളവ് എങ്ങനെയാണ്. അപ്പോൾ കട്ടിങ്ങിൻ്റെ നമ്മൾ ഈ അറ്റത്ത് നമ്മൾ പിടിക്കുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി താഴോട്ട് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടാം 3 അറ്റം. ഈ ഒരറ്റം നമുക്ക് 3 കിട്ടാം. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇടണം കേട്ടോ. ഈ ഒരു സൈഡിൽ നമ്മൾ അളക്കുമ്പോൾ 3 നമുക്ക് കിട്ടുന്നത്. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിടാം. ഇനി ഇതിൻ്റെ മറ്റേ അറ്റം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടാം 2. പിന്നെ നമ്മൾ അളവെടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴോ നമുക്ക് 2.25 കിട്ടുക കേട്ടോ. 2.25, ഇവിടെ 3, ഇവിടെ 2. ഇനി നമ്മൾ ടെക്ക്. അപ്പം അത് നമ്മളിത് ഈ ഷോൾഡറുമെന്ന് ഇങ്ങനെ പിടിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പിടിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് നമുക്ക് നോക്കാട്ടെ ഇവിടെ നിന്ന് എത്രയാണ്. 1.25. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ഇഞ്ചാണ് നമ്മൾ അടിക്കാനായിട്ട് ഇടേണ്ടത് എല്ലാ ഭാഗത്തും. അപ്പോൾ നമുക്ക് എത്ര അളവ് നോക്കാം. പിന്നെ നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 2.5 കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 4 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇടാം. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്നുള്ള ടെക്ക് നമുക്ക് 4 കിട്ടുന്നത്. അപ്പം അതിൽ നമ്മൾ 4 ഇഞ്ച് കൂടുതലായിട്ട് ഇടാം തയ്യൽ തുമ്പായിട്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് 3 നമുക്ക് കിട്ടുന്നത് ഈ സൈഡിൽ നിന്ന്. 3 ഇഞ്ചും 4 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 3.25 ഇഞ്ചാണ് ഈ സൈഡിൽ നമ്മൾ ഇടേണ്ടത്. നമ്മൾ ഈ ഭാഗത്ത് 10 ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ അടിച്ച് വരുമ്പോൾ താഴെ നോക്കി 14, അതായത് 7 ഇഞ്ചാണ്. തുണി 4 മടക്കി ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നേരെ ഷേപ്പ് കൊടുക്കേണ്ടത് നമ്മൾ 7 ഇഞ്ചിലേക്കാണ് കേട്ടോ. നമ്മൾ താഴെ വരെ അപ്പോൾ എത്രയായിരിക്കും, 7 ഇഞ്ചായിരിക്കും 4 മടക്കി ഇടുമ്പോൾ. അപ്പം ഞാൻ അളവുകളൊക്കെ വെച്ചൊരു ചെറിയൊരു പാറ്റേൺ ഒന്ന് വരച്ചതാട്ടോ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ.
എവിടെയെങ്കിലും ഷോൾഡറോ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസിൽ നിന്നായാലും ചുരിദാറിൽ നിന്നായാലും നമുക്ക് അളവെടുത്തിട്ട് പെട്ടെന്ന് തന്നെ തയ്ക്കാൻ പറ്റും. ചുരിദാറിൻ്റെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് അളവെടുത്ത് തയ്ക്കുക എന്നുള്ളത്. നമ്മുടെ കയ്യിലുള്ള ചുരിദാറിൽ നിന്ന് തന്നെ അളവെടുക്കുക. അപ്പം നമ്മുടെ കയ്യിൽ നിന്നുള്ള ചുരിദാറിൻ്റെ അളവെടുക്കുന്നത് നമ്മുടെ അളവും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അളവെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ ഞാൻ മെഷർമെൻറ്റൊക്കെ ഒന്ന് എഴുതിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എടുത്ത അളവുകൾ എന്നെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നമ്മുടെ ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ളൊരു ബ്ലൗസിന് എന്ത് ചെയ്യുക, നിങ്ങൾ അളവെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ബ്ലൗസുകൾ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. സാധാരണ ടൈപ്പ് ഉണ്ട്, പ്രിൻസസ് കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ മോഡൽ പഠിക്കാം.